നൊയമ്പുകാലം 5-ാം വാരം ഞായർ. തിരുവചനം. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. മരിച്ചയാളുടെ സഹോദരിയായ മാർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും, ഇത് 4-ാം ദിവസമാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 39-ാം തിരുവചനങ്ങൾ. ദൈവാനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ദൈവം നമ്മെ പരീക്ഷിക്കാറുണ്ട്. വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ കടമ്പകൾ കടക്കുവാൻ നമുക്ക് സാധിക്കണം. അബ്രഹാത്തോട് ദൈവം ആവശ്യപ്പെട്ടത്, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകുക. കൃഷിയും കൃഷിസ്ഥലങ്ങളും സമ്പത്തും ഉപേക്ഷിച്ച് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കൃത്യമായൊരു ഉറപ്പും അബ്രഹാത്തിന് ലഭിച്ചില്ല. എന്നാലും അബ്രഹാം ഒരു സാഹസത്തിന് തയ്യാറായി. യഹൂദ വംശീയായ എസ്തർ പേർഷ്യയിലെ രാജ്ഞിയായിരിക്കുമ്പോൾ പേർഷ്യൻ രാജാവ് ഹദാഷ യഹൂദരെയെല്ലാം നശിപ്പിക്കുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. ഈ കൽപ്പന മാറ്റുവാൻ ഇനി രാജാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. രാജ്ഞിയാണെങ്കിലും അനുവാദമില്ലാതെ രാജസന്നിധിയിൽ കടന്നു ചെന്നാൽ മരണമായിരുന്നു അന്നത്തെ ശിക്ഷ. ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ ജനതയെ രക്ഷിക്കുവേണ്ടത് തൻ്റെ ദൗത്യമാണെന്ന് തിരിച്ചറിഞ്ഞ എസ്തർ അനുവാദമില്ലാതെ രാജസന്നിധിയിൽ കടന്നു ചെല്ലുകയാണ്. പ്രശ്നം അവതരിപ്പിക്കുകയും രാജാവ് തൻ്റെ കൽപ്പന തിരുത്തുകയും ചെയ്തു. ഇവിടെയും ഒരു വലിയ അനുഗ്രഹം കടന്നു വരുന്നതിന് മുമ്പ് എസ്തർ പരീക്ഷണത്തിന് വിധേയയാകുകയാണ്. എസ്തർ ഒരു സാഹസത്തിന് തയ്യാറായി. ഇന്നത്തെ സുവിശേഷത്തിൽ മാർത്ത വരാനിരിക്കുന്ന ക്രിസ്തുവാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന യേശുവെന്ന് എല്ലാവരുടെയും മുമ്പാരെ വിശ്വാസ പ്രഖ്യാപനം നടത്തി. എങ്കിലും കല്ലറയുടെ കല്ലെടുത്ത് മാറ്റണമെന്ന് യേശു ആവശ്യപ്പെട്ടപ്പോൾ മാർത്ത ആദ്യം എതിർന്യായം നടത്തി. മരിച്ചിട്ട് 4 ദിവസമായി, ദുർഗന്ധം ഉണ്ടാകും. വലിയ അത്ഭുതം നടക്കുന്നതിന് മുമ്പുള്ള പരീക്ഷണം അവസാനം വിജയിച്ചു. കല്ലറയുടെ കല്ല് എടുത്തു മാറ്റപ്പെട്ടു. കല്ല് ഉരുട്ടി മാറ്റിയപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ജനം കണ്ടു. യേശുവിൻ്റെ വിളി ലാസർ കേട്ടു. മരണപ്പെട്ട ലാസർ ഉയർത്തെഴുന്നേറ്റു. വിശുദ്ധ പത്രോസ്ലീഹായുടെ ഉപദേശം ഈ വേളയിൽ നമുക്ക് ശ്രവിക്കാം. അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം.